അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ യാത്രയായ മധുരയിലെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ രാമേശ്വരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാർ ഓടിക്കുന്ന ഇപ്പം ഞാനാണ്. ഇപ്പോൾ ഇവിടുത്തെ റോഡിന് നല്ല വീതിയും നീളവും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് പോകുന്ന വഴിയെ കണ്ട കാഴ്ചയാണ്. ഇത് ഒരു ലോറി ഇവിടെ മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. ആ ലോറി പൊക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയെ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇപ്പോൾ നമ്മുടെ രാമേശ്വരം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ താഴെ കാണുന്ന പാമ്പൻ ബ്രിഡ്ജാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ രാമേശ്വരത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒറ്റ പാമ്പൻ ബ്രിഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 2 പാമ്പൻ ബ്രിഡ്ജൊക്കെ വന്ന് 2 പാലമുണ്ട് അവിടെ. ഇവിടെ നിന്ന് നല്ല കാറ്റാണ് ഇവിടെ ഭയങ്കര. പിന്നെ മുകളിൽ താഴെ നോക്കാൻ ഭയങ്കര രസമാണ്. ഈ പാമ്പൻ പാലത്തിൽ കൂടെ ട്രെയിൻ പോകുന്ന കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രെയിൻ വരും. അതേ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇലക്ട്രിക് ട്രെയിനാണ്, ഇലക്ട്രിഫിക്കേഷൻ ലൈനാണ്. പണ്ട് ഇവിടെ അങ്ങനെ ഇലക്ട്രിക് ലൈനൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഇതിലെ ഒരു ഡീസൽ എഞ്ചിനും കൽക്കരിയൊക്കെ പുക പോകുന്ന തീവണ്ടി ആണ് പോയിക്കൊണ്ടിരുന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് മറ്റേ വായുമാലിന്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഇലക്ട്രിക് ആക്കിയതുകൊണ്ട് അതിൻ്റെ പ്രശ്നമേ ഇല്ല, ആ വായുമാലിന്യം ഒന്നുമില്ല. അപ്പോൾ അത് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ട്രെയിൻ പോകുന്ന കാണാൻ നല്ല രസമാണ്, അടിപൊളിയാണ്. ഇവിടെ നിന്ന് കാണാൻ ആ ട്രെയിനിലുള്ളവർ നമ്മളെ ടാറ്റയൊക്കെ കാണിക്കുക. ഒരിക്കൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യണം. ഇത്തവണ ഞാൻ ഈ രാമേശ്വരത്ത് ഈ ട്രെയിനിൽ ഈ പാമ്പൻ ബ്രിഡ്ജിൽ കൂടെ യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത്തവണ നടന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പാമ്പൻ ബ്രിഡ്ജിൽ കൂടെ യാത്ര ചെയ്യും. അതിൻ്റെ ഒരു വ്ളോഗും ഉണ്ടായിരിക്കുന്നതാണ്. പാമ്പൻ ബ്രിഡ്ജ് അടുത്ത പ്രാവശ്യം ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുവാണ്. അടിപൊളിയാണ്. നമുക്കിവിടെ നിന്നാൽ കാണാൻ നല്ല രസമാണ്, നല്ല വൈബാണ്. ട്രെയിനിലുള്ളവർ നമ്മളെ ടാറ്റയൊക്കെ കാണിച്ച് അവിടെ വാതിലിൻ്റെ അവിടെ നിൽക്കുന്നു. നമ്മൾ ടാറ്റയൊക്കെ കൊടുത്തു. അത് നമുക്ക് കണ്ണുകൊണ്ടേ കാണാൻ പറ്റത്തുള്ളൂ, ക്യാമറ കാണാൻ പറ്റത്തില്ല, അത്ര ക്ലിയർ ഇല്ല. പിന്നെ ഇതാ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ ഞാൻ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പിൽ നോക്കിയാണ് കണ്ടത്. ഈ പോകുന്ന ട്രെയിനിൻ്റെ പേര് അമൃത എക്സ്പ്രസ് ആണ്. ഈ പാമ്പൻ ബ്രിഡ്ജിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതിയ പാമ്പൻ ബ്രിഡ്ജ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജാണ്. ഈ പാലത്തിൻ്റെ നീളം ഏകദേശം 2.5 കിലോമീറ്ററോളം ഉണ്ട്. ഈ പുതിയ പാലം ഏപ്രിൽ 6, 2025 ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ട്രെയിനൊക്കെ പോയി നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ കുറേ മീൻപിടുത്തക്കാരുടെ കുറേ ബോട്ടുകളും കാഴ്ചകളും കാണാം. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ കണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ നേരെ രാമേശ്വരം അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒന്ന് ഫ്രഷ് ആകാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ താമസിച്ച് ഇവിടെയാണ്. ഇത് ഞങ്ങളുടെ ഒരു മഠമാണ്, ശ്രീ കാശിമഠ് സംസ്ഥാൻ. ഞങ്ങളുടെ രാമേശ്വരത്തുള്ള മഠമാണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അത് ഫ്രഷായതിന് ശേഷം നമ്മളിപ്പോൾ നേരെ നമ്മുടെ രാമേശ്വരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു ബീച്ചുണ്ട്, ഒരു കടൽ. ഇവിടെ നമ്മൾ ഈ മരിച്ചവരുടെ കർമ്മമൊക്കെ ചെയ്യാനും പിന്നെ ഇത് സത്യം പിന്നെ അഗ്നി തീർത്ഥാന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കുളിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. കുളിക്കുകയോ അല്ല, അവിടുത്തെ കുറച്ച് വെള്ളം എടുത്ത് തലയിൽ തളിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകും. അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് നടക്കാൻ പോവുകയാണ്, അമ്പലത്തിലോട്ട് നടക്കാൻ
പോവുകയാണ്. ഇത് ഇപ്പോൾ നമ്മൾ 2 ഇല പശുക്കൾക്ക് കൊടുത്തു. പിന്നെ രാമേശ്വരം ക്ഷേത്രത്തിൽ തന്നെ 22 വിശുദ്ധ കിണറുകൾ ഉണ്ട്. അതിന് തീർത്ഥങ്ങളെന്നും പറയാം. നമ്മൾ ആ 22 കിണറിലെ ജലത്തിലും സ്നാനം നടത്തിയിട്ടാണ് നമ്മൾ ദേവദർശനം നടത്തിയത് രാമേശ്വരം ക്ഷേത്രത്തിൽ. ഒക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇത് രാത്രിയായി. നമ്മളിത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെ രാമേശ്വരം മൊത്തവും നടന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഒന്ന് ഇച്ചിരി നടക്കാമെന്ന് വിചാരിക്കുന്നു. അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ ഫോണൊക്കെ കയറ്റാം, പിന്നെ വീഡിയോസൊന്നും അങ്ങനെ അലൗഡ് അല്ലേ. ഇപ്പം അങ്ങനെ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോസ് എടുത്തില്ല, വെറുതെ ഇഷ്യൂസൊന്നും വരണ്ടെന്ന് വിചാരിച്ച് വീഡിയോസൊന്നും എടുത്തില്ല. നമ്മൾ പുറത്ത് നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ അത് ഇവിടെയും കുറച്ച് വർക്കുകളൊക്കെ നടക്കുവാണ് അമ്പലത്തിൻ്റെ അകത്ത്. മറ്റേ നടക്കാൻ വേണ്ടിയുള്ള ഈ മധുരയിലെ പോലെ തന്നെ ഇവിടെയും അമ്പലത്തിലും കുറച്ച് വർക്കുകളും മെയിൻ്റനൻസ് പണികളും നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. പിന്നെ ഈ ചൂട് കാരണം മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ക്യൂ ആണ്, നമ്മൾ അമ്പലത്തിൽ ദർശനത്തിന് മുന്നേ ക്യൂവും അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ആ അഗ്നി തീർത്ത അവിടെ എത്തിയിരിക്കുകയാണ്. രാത്രിയിൽ ജസ്റ്റ് ഒന്ന് നടക്കാനും കുറച്ച് നേരം ഇരിക്കാനും വേണ്ടി ഇപ്പോൾ അവിടെ വന്നു. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെയായി. ഇപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ധനുഷ്കോടിയിലേക്ക് ഏകദേശം 22 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓട്ടോയിൽ റോഡിലെ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ധനുഷ്കോടിയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ പോകുന്ന ഒരു യാദൃശ്യമായിട്ട് നമുക്കൊരു മയിലിനെ കാണാൻ പറ്റി. ഇതേ ക്രോസ് ചെയ്യാൻ നിൽക്കുമായിരുന്നു മയിൽ. പെട്ടെന്ന് ഓട്ടോ വരുന്നതിട്ട് ഓടിയതാണ്. ചെറിയൊരു ക്ലിക്കേ കിട്ടിയുള്ളൂ. ഭാഗ്യത്തിന് എന്തായാലും കിട്ടി. നമ്മൾ മയിലിനെയും കണ്ടു. ഇപ്പോൾ ഏകദേശം നമ്മൾ ധനുഷ്കോടിയിലോട്ട് എത്താറായിട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ ധനുഷ്കോടിയിലോട്ട് എത്താൻ പോവുകയാണ്. ഏകദേശം നമ്മളിപ്പോൾ ധനുഷ്കോടിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് അവിടെ നിന്ന് അങ്ങ് ദൂരെ നിന്ന് കടൽ തിരമാലകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങി. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പണിയൊക്കെ നടക്കുകയാണ്. മറ്റേ ആ ധനുഷ്കോടിൻ്റെ മറ്റേ നടുക്കുള്ള മറ്റേ ആ ഒരു സംഭവം ഇല്ല, അവിടെ പണി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുനിഞ്ഞ് മറ്റേ ഇപ്പുറത്തെ സൈഡിൽ കൂടെ മറ്റേ കുനിഞ്ഞാണ് നമ്മളകത്തോട്ട് കയറിയത്. അങ്ങനെ അവിടെ കയറി. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും കടലിൽ കുളിക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞ് പ്രായത്തിൽ ഗോവയിൽ പോയപ്പോഴാണ് ഈ കടലിൽ കുളിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ കടലിൽ ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ നല്ല കാറ്റുമുണ്ട്, നല്ല തണുപ്പും, അങ്ങനെ നല്ല രസമാണ്. ഇപ്പോൾ രാവിലെയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കടലിലോട്ട് ഇറങ്ങി. കടൽ വെള്ളം നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ കടൽ വെള്ളത്തിൽ കുളിക്കുവാണെങ്കിൽ കടൽ വെള്ളം നമുക്ക് ആരോഗ്യത്തിനും മറ്റേ ഇപ്പോൾ ശരീരത്തിൽ ഈ സ്കിന്നിൻ്റെയൊക്കെ അസുഖങ്ങളും മാറ്റാനും ഒക്കെ കടൽ വെള്ളം നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരം കടലിൽ ഇങ്ങനെ കടൽ വെള്ളത്തിൽ കിടക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. ഇപ്പോൾ ഞാൻ ഫോൺ ഇപ്പോൾ എടുത്ത് കുറേ നടന്നു. ഇവിടെ ഒന്നും ഒട്ടും ആഴമില്ല, എൻ്റെ കാലിൻ്റെ അത്ര ഉള്ളൂ. ആഴം വേണം ഇച്ചിരി, കുറേ നടക്കണം. നമ്മൾ കുറേ നടന്നു, ഏകദേശം കുറേ നടന്നാലും എൻ്റെ കാലിൻ്റെയൊക്കെ അത്രയും വെള്ളമുള്ളൂ. പിന്നെ നമ്മൾ അടിയിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ നല്ല തെളിഞ്ഞ് കാണാം വെള്ളമൊക്കെ, നല്ല രസമാണ്. ഇവിടെ ആ വർക്കൊക്കെ നടക്കുന്ന കാണാം. അവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. അങ്ങോട്ട് ആരെയും കയറ്റിയില്ല. പിന്നെ അപ്പുറത്ത് അങ്ങ് ദൂരെ കുറേ ബോട്ടുകളുണ്ട്. അങ്ങും ആൾക്കാരിപ്പോൾ ഉണ്ട്. അവിടെയൊക്കെ വെള്ളം കുറവാണ്. ഇത് ഞാനും കണ്ടോ, ഇപ്പം നടക്കുകയാണ്. ജസ്റ്റ് നടന്ന് കാലിൻ്റെ അത്രയേ ഉള്ളൂ വെള്ളം. അങ്ങനെ നമ്മളവിടെ നിൽക്കുകയാണ്. നല്ല ആ ഭംഗിയൊക്കെ ആസ്വദിച്ച്. ഇവിടെ നിന്നാൽ ശ്രീലങ്ക കാണാമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ കുറച്ച് ദ്വീപ് പോലെ കണിഞ്ഞ് അതാണോ എന്നറിയത്തില്ല. ഇവിടെ നിന്ന് അത്ര പെട്ടെന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. ക്ലിയറായിട്ട് കാണുന്ന ഏതോ ഒരു ബിൽഡിങ് പറഞ്ഞിട്ട് മറ്റേ നേവൽ കാരുടെ ഏതോ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാൽ കാണാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുമോ, ഇതാണെന്ന് തോന്നുന്നു. ആ ലൈറ്റ് ഹൗസ് പോലത്തെ ആ ഒരു ബിൽഡിംഗ് അതിൻ്റെ മുകളിൽ നിന്നാൽ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണെന്നാണ് പറയപ്പെടുന്നത്. ധനുഷ്കോടിയിലോട്ട് പണ്ടെന്തോ ട്രെയിൻ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. പിന്നെ അങ്ങനെ പഴയൊരു സംഭവമാണ്. ഇത് ശ്രീരാമ തൃപ്പാദമാണ്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ശ്രീരാമ തൃപ്പാദം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളിനി നേരെ പോവാണ്. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ വന്ന്, ഇത് രാമേശ്വരം മറ്റേ അടുത്തുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ കയറിയതാണ്. അങ്ങനെ ഇവിടെ ബസ്സൊക്കെ പോകുന്നതാണ്. നമ്മുടെയൊക്കെ തൊട്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ടു.
ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് പുറപ്പെടാനുള്ള പോകുകയാണ്. ഇതാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം മെമ്മോറിയൽ മ്യൂസിയമാണ് രാമേശ്വരത്തുള്ള. APJ അബ്ദുൽ കലാം ജനിച്ചതും വളർന്നതും രാമേശ്വരത്താണ്. അതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയം. പിന്നെ നമ്മളിത് പാമ്പൻ ബ്രിഡ്ജ് കയറി തിരിച്ച് പോകുന്ന വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ കുറേ മീൻ പിടുത്തക്കാരെയും മീൻ പിടിച്ചുകൊണ്ട് വന്നവരെ കാണാം. പിന്നെ കുറേ പരുന്തുണ്ട്. ഇവിടെ നല്ല പാമ്പൻ ബ്രിഡ്ജിൽ നിന്ന് രാമേശ്വരത്തോട്ട് കയറുന്ന വഴിയാണ്. ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്, പാമ്പൻ റെയിൽവേ സ്റ്റേഷനാണ് ഇത്.